മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തം എന്ന് പറയുന്നത് മേഖലയിലെ വിനോദസഞ്ചാര മേഖലയെ ഒന്നാകെ ബാധിക്കുന്നുവെന്ന ആക്ഷേപമാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ പങ്കുവെക്കുന്നത്. വയനാട്ടിലെ സാഹസിക ടൂറിസത്തിന്റെ പ്രധാന മേഖലയായ തൊള്ളായിരംകണ്ടിയിലേക്ക് സഞ്ചാരികൾ കുത്തനെ കുറഞ്ഞു. മേഖലയിലെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവർമാർ വലിയ പ്രതിസന്ധിയാണ് ദുരന്തത്തെ തുടർന്ന് നേരിടുന്നത്. വയനാട്ടിൽ ഓഫ് റോഡ് ടൂറിസത്തിന് പേരുകേട്ട സ്ഥലമാണ് തൊള്ളായിരംകണ്ടി. മേപ്പാടി പഞ്ചായത്തിൽ ചൂരൽമലയ്ക്ക് അടുത്താണ് ഈ പ്രദേശം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം പരോക്ഷമായിട്ടാണ് ഈ മേഖലയെ ഒന്നാകെ ബാധിച്ചത്. മുൻപ് ഇവിടെ എത്ര വാഹനങ്ങൾ ഓടിയിരുന്നു എന്നതിന്റെ കണക്കാണ് ഡ്രൈവേഴ്സിന്റെ ഈ ലെഡ്ജറിലുള്ളത്. ഒരു ദിവസം 3-4 തവണ മുകളിൽ പോയി വന്നിരുന്നതിന്റെ രേഖകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത് ഈ വർഷം ആദ്യത്തെയാണ്. ഇനി നമ്മൾ പേജുകൾ മറച്ച് ഇപ്പോഴത്തേക്ക് വന്നാൽ ഒരു ദിവസം ഓടുന്നത് ഒരു തവണ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടം തന്നെ കിട്ടാറില്ല. ഇതിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു മേഖല ഒന്നാകെ എത്രമാത്രം ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. 230 ഫോർ വീൽ ജീപ്പുകളാണ് തൊള്ളായിരംകണ്ടിയിൽ വിനോദസഞ്ചാരികൾക്കായി സർവീസ് നടത്തുന്നത്. 2 ഗ്ലാസ് ബ്രിഡ്ജുകളും കാഴ്ച കാണാനുള്ള ഇടങ്ങളും റിസോർട്ടുകളുമൊക്കെയാണ് തൊള്ളായിരംകണ്ടി മുകൾ ഭാഗത്തുള്ളത്. ഒരു സർവീസിന് ഈടാക്കുന്നത് 1250 രൂപ. 6 പേർക്ക് കയറാം. ചൂരൽമല ദുരന്തം ഉണ്ടായി 70 ദിവസത്തിനു ശേഷമാണ് ഇവിടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ അനുവാദം ലഭിച്ചത്. പക്ഷേ ദിവസം ഇത്ര കഴിഞ്ഞിട്ടും വിനോദസഞ്ചാരികൾ പഴയ പോലെ ഇവിടേക്ക് എത്താത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ഞങ്ങൾക്കിത് സീസണലാണ്, അതായത് ടൂറിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് 200 വണ്ടികൾ നല്ല ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ദിവസവും ഓരോ ജോലി കിട്ടുകയും ആഴ്ച അവസാനങ്ങളിൽ ഞങ്ങൾക്ക് 1-2 ട്രിപ്പുകൾ കൂടുതൽ കിട്ടുകയും അഡീഷണൽ കിട്ടുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ചയില്ല, ശനിയാഴ്ചയില്ല, എല്ലാ ദിവസവും ഒരേപോലെയായി. വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വയനാട് ജില്ലയിലേക്ക് തീരെ ഇല്ലാതായി. മാത്രമല്ല ഞങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പൈനാപ്പിൾ മുതൽ 10 രൂപയുടെ പൈനാപ്പിൾ വരെ വിറ്റ് ജീവിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് ഒരു വണ്ടിക്ക് ഒരു ഓട്ടം കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. എന്താണ് സർക്കാരിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ട പിന്തുണ, അല്ലെങ്കിൽ സപ്പോർട്ട് എന്താണ്? സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ എന്താ പറയാ, നമ്മള് ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ദുരന്തത്തിന്റെ സമയത്ത് പിന്നെ അന്ന് പറഞ്ഞത് വയനാട് ദുരന്തമായി പറഞ്ഞിരുന്നത്. ഇതിപ്പോ നമ്മളൊരു വാർഡ് തന്നെ, നമ്മൾ 9ാം വാർഡാണ് ഇത്. ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത സ്ഥലമാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഈ വയനാട് ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഷോക്കായി. അപ്പോ അതിനൊരു റിമൂവ് ചെയ്ത് കിട്ടണം നമുക്ക്. മുൻപ് 2 തവണയും 3 തവണയും ഒക്കെ മുകളിലേക്ക് പോകാൻ അവസരം കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് ഒരു തവണ അവസരം കിട്ടുന്നത്. വാഹന വായ്പ അടയ്ക്കാനും ടാക്സി ലൈസൻസ് പുതുക്കാനുള്ള ചെലവുകളുമൊക്കെ കണ്ടെത്തുവാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ഡ്രൈവർമാർ പറയുന്നു. ഇപ്പോഴും 200 വണ്ടി ഇവിടെ ഓണായി കിടക്കെങ്കിൽ കൂടി ഒരു ദിവസം 10-15 വണ്ടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. ആഴ്ചയിൽ ഒരു ഓട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ കിട്ടുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹനത്തിന്റെ അടവുകളും കുടിശ്ശികയും ഇൻഷുറൻസും എല്ലാം നല്ലൊരു ബാധ്യത വാഹനങ്ങളുടെ ഉടമകൾക്കെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. മെയിന്റനൻസ്, വർഷത്തിലുള്ള ബ്രേക്ക്, ഇതിനൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇളവും ആരും സംസാരിച്ചിട്ടില്ല, കിട്ടിയിട്ടുമില്ല. ബാങ്കുകൾ ഇളവ് ചെയ്യും, അടവുകൾ എഴുതിത്തള്ളും എന്നുള്ള കുറെ പ്രകസനങ്ങൾ ഇവിടെ നടക്കുക എന്നല്ലാതെ അതിന്റെ ഒരു പ്രാക്ടിക്കലായ കാര്യങ്ങൾ ഇതുവരെ നീങ്ങിയതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ മേഖല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ അതിജീവിക്കുന്നു ഞങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമൊക്കെ നമ്മൾ വണ്ടി പണിക്കുമ്പോൾ നമുക്ക് ഒരു വണ്ടിന്റെ ലീഫ് സെറ്റ് ഒന്ന് അയച്ച് ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കൊരു 100 രൂപ 150 രൂപ വരുന്ന സ്ഥിതിക്ക് ഇപ്പൊ അയച്ച് മാറ്റണമെങ്കിൽ തന്നെ 500 രൂപ 600 രൂപ അവരെ പണിക്കൂലി മാത്രം കൊടുക്കണം. സ്പെയർ പാർട്ട് സാധനത്തിന്റെ വില അത് വേറെ. പിന്നെ നമ്മള് ഇപ്പൊ ആദ്യമൊക്കെ നമ്മൾ ജീപ്പിന് 10,000 രൂപ 9,000 രൂപ ഇൻഷുറൻസ് അടച്ച് നമ്മൾ ഇപ്പൊ 20,000 22,000 23,000 രൂപ ഇൻഷുറൻസ് മാത്രം അടക്കണം നമ്മൾ. അതുപോലെ ക്ഷേമനിധി ഇത് അങ്ങനെ ഒരുപാട് നമ്മൾ 10 രൂപ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏതെങ്കിലും ഒരു വകുപ്പിൽ നമ്മൾ സർക്കാരുകൾ നമ്മുടെ അടുത്ത് വാങ്ങിയെടുക്കുന്നുണ്ട്. മൊത്തത്തിലൊരു പെർമിറ്റുള്ള വാഹനം 250ഓളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു വർഷത്തേക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾക്ക് വണ്ടിക്ക് മാത്രം വേണം. ഒരു വർഷത്തേക്ക് ഞങ്ങളുടെ, അതായത് വണ്ടിയുടെ ഫിറ്റ്നസ് കാര്യങ്ങൾ, മെയിന്റനൻസ് എല്ലാം കൂടി 1 ലക്ഷം രൂപ ചുരുങ്ങിയതൊരു വണ്ടിക്ക് ഇല്ലാതെ ഇവിടെ പറ്റില്ല. പിന്നെ ഈ ഓട്ടം കൂടി ഇല്ലാതായപ്പോൾ ഇതിപ്പോ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയിക്കണം. വിറ്റ് ഒഴിവാക്കാനും പറ്റുന്നില്ല, എടുത്ത വിലയ്ക്ക് വാങ്ങാനും ആളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുമാനമില്ലാത്ത അവസ്ഥ, ഒരു ദിവസം പോലും വരുമാനമില്ല. ആഴ്ചയിൽ ഒരു ദിവസം വരുമാനം എന്നുള്ളതായി. ആദ്യഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സഹായങ്ങളും, അതായത് ഭക്ഷ്യവിതരണ സന്നദ്ധ സംഘടനകൾ ചെറിയ സഹായങ്ങളൊക്കെ ലഭിച്ചു. അതിനൊരു പരിധിയുണ്ട്, അത് കഴിഞ്ഞു.
ഇനി നമുക്ക് വീട്ടിലും അതുപോലെ തന്നെ ആശുപത്രി പലരുടെ വീട്ടിലും രോഗികളായ പലരും ഉണ്ട്. അവർക്കുള്ള ചികിത്സാ ഇതിനും എല്ലാം വളരെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ വയനാട് ദുരന്തമെന്ന് പറയുന്നത് തന്നെ വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചുവെന്നും ഇവർ പറയുന്നു. സഞ്ചാരികൾ വരാൻ മടിക്കുകയാണ്. വയനാട് ദുരന്തം പ്രചാരണം ശരിക്കും വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചു അല്ലേ? നന്നായിട്ട് ബാധിച്ചു. അത് ഇന്റർസ്റ്റേറ്റിലും അവിടെയുള്ള ആളുകൾ വയനാട് എന്ന് പറയുമ്പോൾ അവർ അങ്ങനെയല്ല അവർ കാണുള്ളൂ. ഇതിന്റെ സത്യാവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ, അവർക്കത് അറിയുന്നില്ലല്ലോ. ശരിക്കും ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടും ആളുകൾ വരാത്തൊരു സാഹചര്യമാണുള്ളത്. അല്ല, നിയന്ത്രണങ്ങൾ എന്താ ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഫ്ലഡ് നടന്ന സ്ഥലത്ത് 47ഓളം ബോഡികൾ ഇനി കിട്ടാനുണ്ട്. അപ്പൊ അവിടെ 2-3 സ്ഥലങ്ങളിൽ ബാരിക്കേഡ് വെച്ചിട്ട് പോലീസ് അവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. കാരണം ആളുകൾ പോകുന്നതും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഈ 47ഓളം ബോഡികൾ ഉണ്ട് കിട്ടാനുണ്ട് അവിടെ. അപ്പോൾ അത് ഇപ്പൊ ഇനി രണ്ടാമത് തെരച്ചിലൊന്നും ഒരു കറക്റ്റ് ആവും തോന്നില്ല. അപ്പൊ അവർക്ക് വേണ്ട ഈ മരണ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആളുകളും കാര്യങ്ങളൊക്കെ വരും. മുണ്ടക്കൈ ചൂരൽമല മേഖലയുടെ പുനർനിർമ്മാണത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഒരുപോലെ കൈകോർക്കണമെന്നും വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വയനാടിന്റെ വരുമാനത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്കുള്ള പ്രാധാന്യം പരിഗണിക്കുമ്പോൾ 900 കണ്ണി ഡ്രൈവർമാർക്ക് പറയാനുള്ളത് തന്നെയാകും വയനാട്ടിലെ ഈ മേഖലയിലുള്ളവർക്ക് എല്ലാം പറയാനുണ്ടാവുക. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.